വോട്ടർ പട്ടിക വിവാദം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബിജെപി മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് 10 കിലോമീറ്റർ വരെ. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്കം മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. നാലോണ നാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങുന്നു. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ചിമ്നി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. മണ്ണുത്തി മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. നാളെ ചിങ്ങം 1 പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന് 8-ന് പുലിക്കളി. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. പ്രതിഷേധിച്ച വ്യാപാരികൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ ലാത്തികൊണ്ടടിച്ച സംഭവത്തിൽ ബിജെപി നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. മാർച്ചിനിടെ വിരോധം തീർക്കാൻ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഒരു പ്രകോപനവുമില്ലാതെ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിനെ തലയ്ക്കടിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു. ഹെൽമറ്റും മാസ്കും ധരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്കടിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സുരേഷ് ഗോപി എംപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നാലെയാണ് ബിജെപി പ്രവർത്തകർ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മിനി ക്യാബിനറ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുന്നുവെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം പി സന്തോഷ് കുമാർ എംപി. രാഷ്ട്രീയത്തിൽ ഒരു അശ്ലീലം പോലെ ഉയർന്നു നിൽക്കുകയാണ് സുരേഷ് ഗോപിയെന്നും സന്തോഷ് കുമാർ എംപി. തൃശൂരിൽ സിപിഐ സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സദസ്സ് സംഘടിപ്പിച്ചത്. സവർക്കറുടെ ചിത്രം വലുതാക്കി മഹാത്മാഗാന്ധിക്ക് മീതെ പ്രതിഷ്ഠിക്കുകയെന്ന പാതകം ചെയ്തത് സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്ത പി സന്തോഷ് കുമാർ എംപി പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അതും ഒരു പുതിയ കാര്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലോളം കാലമായി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ച തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ധാരാളമായ ആക്ഷേപങ്ങളുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ടാമ്പറിംഗ്, അതിനെ കൃത്രിമമായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ആകെ അട്ടിമറിക്കുന്ന സ്ഥിതി. അങ്ങനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്ന ഒരു ലേഖനം തന്നെ എഴുതിയത് ബിജെപിയുടെ കഴിഞ്ഞ എംപി ആയിരുന്ന ജയന്ത് സിൻഹയാണ്. സാമാന്യ മര്യാദയുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണം. സുരേഷ് ഗോപി രാഷ്ട്രീയ മാലിന്യമെന്ന് സന്തോഷ് കുമാർ ആരോപിച്ചു. തൃശൂർക്കാരുടെ ഈ വിധി ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെയെന്നും സന്തോഷ് കുമാർ പരിഹസിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരനായകന്മാരായി ഉദയം ചെയ്യുന്ന പുതിയ കാഴ്ചയാണ് കാണേണ്ടി വരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ എം പി CN ജയദേവൻ അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവരും സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥയാണ് കിലോമീറ്ററുകൾ നീളുന്ന സ്ഥിരം ഗതാഗത കുരുക്കിന് കാരണം. 10 കിലോമീറ്റർ അകലെ കൊടകര വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ കടന്നുപോകാൻ ഭാരവാഹനങ്ങൾ ഏറെ സമയം എടുക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അടക്കം പോകാൻ ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഗതാഗത കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ഒരു മാസത്തെ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. സുപ്രീംകോടതി ദേശീയപാത അതോറിറ്റിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇരു കോടതികളും ഇടപെട്ടിട്ടും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്.
പേട്ട കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കരാറുകാരൻ ഇന്നു മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക് സ്തംഭിച്ചത്. ലോറികളിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് കരാറുകാരൻ തടയുകയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ചർച്ച നടന്നിരുന്നു. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 70 രൂപയും 12 ചക്ര വാഹനങ്ങൾക്ക് 265 രൂപയും 16 ചക്ര വാഹനങ്ങൾക്ക് 649 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് വാഹന ഉടമകൾ പറഞ്ഞു. പേട്ടകൂലി വർദ്ധിപ്പിച്ചതോടെ ചരക്ക് വാഹനങ്ങൾ തൃശൂർ മാർക്കറ്റിലേക്ക് ഇനി വരില്ലെന്ന ആശങ്കയിലാണ് കയറ്റിറക്ക് തൊഴിലാളികൾ. പോലീസും കോർപ്പറേഷൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്ന് ചരക്ക് നീക്കം പുനരാരംഭിച്ചു. നാലോണ നാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങുന്നു. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. പുലിക്കളി എന്നാൽ തൃശ്ശൂർക്കാർക്ക് ഹരമാണ്. കുട്ടിപ്പുലികളും കുടവേറൻ പുലികളും പെൺപുലികളും പുള്ളിപ്പുലികളും നിറങ്ങളിൽ നീരാടിയ പുലികളും സ്വരാജ് റൗണ്ടിൽ ചെണ്ടയുടെ ചടുലതാളത്തിനൊത്ത് ചൂടുവയ്ക്കുമ്പോൾ തൃശ്ശൂർക്കാരുടെ മെയ്യും മനസ്സും അറിയാതെ നിറയും. പിന്നെ പുലിക്കൊട്ടും പനന്തേങ്ങയും എന്ന ചെണ്ടയുടെ രൗദ്രതാളത്തിനൊത്ത് പുലിപ്രേമികളും താളം പിടിക്കും, ആനന്ദ നൃത്തമാടും. ഇത്തവണ 9 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂർ പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷം 9 ടീമുകളാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെയധികം മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ വ്യത്യസ്തമായ സംഘാടന സമിതിയിലൂടെ തന്നെ നടത്തി പോയിട്ടുണ്ട്. ഈ വർഷം വിദേശത്തു നിന്നടക്കം ഒട്ടനവധി ആളുകൾ പുലിക്കളി വീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ വരവിന് വേണ്ടിയിട്ടും തൃശ്ശൂർ നഗരത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ചേർത്തുകൊണ്ട് വളരെ മനോഹരമാക്കുന്നതിനുള്ള കോർപ്പറേഷൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാവശ്യം പുലി വരയ്ക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം സമ്മാനം കൂടി ഈ പ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിയൂർ യുവജന സംഘം, അയ്യന്തോൾ ദേശം, സീതാറാമിൽ ദേശം, കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം, ചക്കാമുക്ക് ദേശം, ശങ്കരൻകുളങ്ങര ദേശം, നായ്ക്കനാൽ പുലിക്കളി സമാജം, പാട്ടുരായ്ക്കൽ ദേശം കായിക സാംസ്കാരിക സമിതി, വെളിയന്നൂർ ദേശം എന്നിവയാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുക. എന്തായാലും ഇത്തവണയും പുതുമകളുടെ പകർന്നാട്ടം തന്നെയാകും പുലിക്കളി. ഒരുപാട് പുതുമകൾ രഹസ്യമായി തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സെപ്റ്റംബർ 8-നാണ് ഇത്തവണത്തെ പുലിക്കളി. പുലിപ്രേമികൾ കാത്തിരിക്കുകയാണ് നാലോണ നാളിലെ മത്തുപിടിപ്പിക്കുന്ന ആ പുലിക്കളിക്കായി. ചെണ്ടയുടെ ചടുലതാളത്തിനൊപ്പം അരമണികിലിക്ക് കുടവയർ പുലിക്ക് പുലിക്കൂട്ടം തൃശൂർ സ്വരാജ് റൗണ്ടിലിറങ്ങാതെ തൃശൂർക്കാരുടെ ഓണമാകില്ല. എന്തായാലും ഇത്തവണ പുലിമടകളിൽ നേരത്തെ കൂട്ടി തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തി തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ചാലക്കുടി പുഴയിലും ഭാരതപ്പുഴയിലും വെള്ളം ഉയരാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നു. നിലവിൽ 1 ഇഞ്ച് തുറന്നിട്ടുള്ള ഷട്ടറുകൾ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തി 5 ഇഞ്ചാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലെ തോതിൽ നിന്ന് പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. സെക്കൻഡിൽ 10 ഘനമീറ്റർ വെള്ളമാണ് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത്. ഇതോടെ കുറുമാലിപ്പുഴയിലെ ജലവിധാനം 16 മുതൽ 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച 3 മണി മുതൽ 2 ഘട്ടമായാണ് വാൽവ് തുറന്നത്. മണ്ണുത്തി മേഖലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MU മുത്തുവാണ് പരാതി നൽകിയത്. റോസ് ഗാർഡൻ, സന്തോഷ് നഗർ, പട്ടാളക്കുന്ന് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. ദേശീയപാതയുടെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ ഇടയാക്കിയത്. നാളെ ചിങ്ങം 1, മലയാളിയുടെ പുതുവർഷ പിറവി. കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. ന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് BJP കൌൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. കൂർക്കഞ്ചേരി സെന്റർ മുതൽ സ്വരാജ് റൌണ്ട് വരെയുള്ള 2 കിലോമീറ്ററിലധികം ദൂരം 10 കോടി രൂപ ചെലവഴിച്ച് 3 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കുറുപ്പം റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഔദ്യോഗികമായ സമർപ്പണം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്നാൽ സ്വരാജ് റൌണ്ടിന്റെ തകർച്ചയ്ക്കും പൈതൃകം തകർത്തതും മുൻ മേയർ R. ബിന്ദുവാണെന്നാരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. കോൺക്രീറ്റ് റോഡിന്റെ പ്രവൃത്തികൾ തൃപ്തികരമല്ലെന്നും റോഡിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്നവർക്കും 300ഓളം വരുന്ന വ്യാപാരികൾക്കും അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം വഴി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാനകളും നടപ്പാതകളും ഇല്ലാത്തതിനാൽ മിക്കവാറും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകി ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. പൊതുജനങ്ങളുടെയും വ്യാപാര സമൂഹത്തിന്റെയും നിരവധി പരാതികൾ നിലനിൽക്കെ ഇതൊന്നും പരിഹരിക്കാതെ നടത്തുന്ന 3ാമത്തെ ഉദ്ഘാടനം BJP കൌൺസിലർമാരും ബഹിഷ്കരിച്ചു. ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിൽ റോഡിന്റെ ഇരുവശങ്ങളും അപകടാവസ്ഥയിലുള്ള സ്ഥിതിയിലാണെന്നും മഴവെള്ളം കടകളിലേക്ക് കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്നും BJP ആരോപിച്ചു. കോൺക്രീറ്റ് റോഡിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും വിള്ളലുകളും കുഴികളും രൂപപ്പെട്ടതായും BJP കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി. TCV ന്യൂസ്, തൃശൂർ. കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ സമർപ്പണ ചടങ്ങിനിടെ പ്രതിഷേധവുമായി പ്രദേശത്തെ വ്യാപാരികളും രംഗത്തെത്തി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെട്ടിയങ്ങാടി യൂണിറ്റിന്റെയും കൊക്കാല യൂണിറ്റിന്റെയും നേതൃത്വത്തിലായിരുന്നു വായ് മൂടിക്കെട്ടി പ്രതിഷേധം. വ്യാപാര ഭവനിൽ നിന്ന് പ്ലക്കാർഡുകളും ബാനറുകളുമായി ആരംഭിച്ച മൌനജാഥ ഉദ്ഘാടന വേദിക്ക് മുന്നിലൂടെ കുറുപ്പം റോഡ് ബെൽമൌത്തിലെത്തി തിരിച്ച് ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ സമാപിച്ചു. വ്യാപാരി വ്യവസായി തൃശൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോഷി തേറാട്ടിൽ, ചെട്ടിയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് സെബി വർഗീസ്, ആൻഡോ തോട്ടാൻ, CA ഷംസുദ്ദീൻ, PP പ്രകാശ്, മിനി സന്തോഷ്, ഇളവരശി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിന് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3. കൂനമുച്ചി സ്വദേശി കുത്തൂർ വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ 59 വയസ്സുള്ള ആന്റണിയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആന്റണി. ആന്റണിയുടെ ഭാര്യ പുഷ്പ, കളമശ്ശേരി പത്തടിപ്പാലം സ്വദേശി കുഞ്ഞിരാമൻ എന്നിവർ അപകട ദിവസം മരിച്ചിരുന്നു. ആംബുലൻസിൽ രോഗിക്കൊപ്പമുണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സ് ആലുവ സ്വദേശി വിപിൻ, ആംബുലൻസ് ഡ്രൈവർ കളമശ്ശേരി സ്വദേശി അനീഷ്, രോഗിയുടെ ബന്ധുക്കളായ കണ്ണൂർ സ്വദേശി വിനോദ്,
കണ്ണൂർ ചെറുകുന്ന് സ്വദേശി ചന്ദ്രൻ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ആംബുലൻസിൽ തെറ്റായ ദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ ആംബുലൻസ് മറിഞ്ഞു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം കിൻഡ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണൂർ മിഷൻ ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. TCV ന്യൂസ് കുന്നംകുളം. രാഷ്ട്ര നിർമ്മിതിക്ക് ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തോട് സർക്കാർ വലിയ വിവേചനം കാട്ടുകയാണെന്ന് CBCA പ്രസിഡന്റ് മതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടുള്ള സർക്കാർ വിവേചനത്തിനെതിരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സമര പ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. സർക്കാരിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹം നേരിടുന്നത് വേദനാജനകമായ അനുഭവങ്ങളാണ്. നിയമനങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. 2018 മുതൽ 21 വരെ നടത്തിയിട്ടുള്ളത് താൽക്കാലിക നിയമനങ്ങൾ മാത്രമാണ്. ശമ്പളം കിട്ടാതെ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോട് ഈ അനീതിയെന്നും മാർ താഴത്ത് ചോദിച്ചു. എത്രയും വേഗം അധ്യാപക നിയമനം അംഗീകൃതമാക്കി അവർക്ക് ശമ്പളം ലഭ്യമാക്കണമെന്ന് മാർ താഴത്ത് ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സമര പ്രഖ്യാപന കൺവെൻഷനിൽ മാർ ആൻഡ്രൂസ് താഴത്ത് സമരാഗ്നി തെളിയിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം, ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് AD സാജു, തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ടീച്ചേഴ്സ് ഗിൽഡ് സെക്രട്ടറി ജോഫി C മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ് തൃശൂർ. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച 50-കാരന് 33 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കയ്പമംഗലം സ്വദേശി വെട്ടുകാതിൽ വീട്ടിൽ രഘുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2024 ജൂൺ 5-നാണ് കേസിന് ആസ്പദമായ സംഭവം. വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന 13-കാരിയെ പ്രതി വലിച്ചിഴച്ച് അടുത്തുള്ള പാമ്പുംകാവിനരികിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. ക്യാൻസർ രോഗത്താൽ കിടപ്പിലായ അമ്മൂമ്മയും ഇളയ അനുജത്തിയും മാത്രമാണ് സംഭവസമയം കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. വീട്ടിലെ AC-യിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചു. മാള പുത്തൻചിറ പറയങ്കാട് സ്വദേശി താനത്തുപറമ്പിൽ അൻവറാണ് മരിച്ചത്. അബുദാബിയിൽ കപ്പലിൽ ജോലിക്കാരനായ അയാൾ 10 ദിവസം മുൻപാണ് അവധിയിൽ നാട്ടിലെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. കാട്ടാനകളുടെ ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്കൂൾ കെട്ടിടത്തിന് കേടുപാടുണ്ടായി. ഭക്ഷണം തേടിയെത്തിയ ആനക്കൂട്ടം സ്കൂളിന്റെ സ്റ്റോർ റൂമാണ് തകർത്തത്. ഗ്രില്ലും മറ്റും മറിച്ചിട്ടു. വാതിലും പൊളിച്ചു. ചാക്കിൽ വെച്ചിരുന്ന അരിയും പല വ്യഞ്ജനങ്ങളും ആനകൾ തിന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് ആനകൾ ഇറങ്ങിയത്. രാവിലെ സ്കൂൾ ജീവനക്കാർ എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് പലവട്ടം സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇത്തരത്തിൽ ആനകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര. ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തയിലേക്ക്. പരിസര മലിനീകരണം നടത്തുന്നതായി ആരോപണമുയർന്ന ഫാക്ടറി ലൈസൻസ് പുതുക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ കൈപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയറും നേരിട്ട് ഹാജരായി അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത നിർദ്ദേശിച്ചു. സ്റ്റാർ ചെയേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നത്. ഫ്രാൻസിസ് ജോസഫാണ് ഫാക്ടറിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്.
മഹാപ്രളയത്തിന്റെ ഇരുണ്ട ഓർമ്മകൾക്ക് 7 ആണ്ട് തികഞ്ഞു. അന്നേറെ നാശനഷ്ടം നേരിട്ട ചാലക്കുടിയും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ ആ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ്. ചാലക്കുടി നഗരസഭയുടെ പുഴയോരം പ്രദേശത്തും പരിയാരം മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകളുമാണ് അന്ന് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മേലൂരിലെ ഡിവൈൻ ലഹരിമുക്ത കേന്ദ്രത്തെ മുക്കിയ പ്രളയത്തിൽ 100ഓളം രോഗികളുടെ ജീവൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പടിഞ്ഞാറേ ചാലക്കുടിയിൽ വീടിടിഞ്ഞു വീണ നഗരത്തിലെ വ്യാപാരിയും അമ്മയും മരിച്ചത് പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മയാണ്. വെട്ടിക്കുഴിയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മയുടെ മരണവും സ്വകാര്യ ബസ് ജീവനക്കാരന് മുരിങ്ങൂരിൽ ഒഴുക്കിൽപ്പെട്ട ജീവൻ നഷ്ടമായതും കണ്ണീരോർമ്മകൾ. ചാലക്കുടി നഗരത്തിലും ദേശീയപാതയിലും വെള്ളം കയറി. വെറ്റിലപ്പാറ പാലം ഭാഗികമായി തകർന്നു. പ്രളയത്തിൽ പുഴയിലൂടെ ഒഴുകിയ മരങ്ങൾ വെട്ടുകാട് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞു നിന്നു. ഒടുവിൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി. പാലം തന്നെ ഒലിച്ചു പോകുമോ എന്ന പേടിയുണ്ടായി. പിന്നീട് ഇവിടം കേന്ദ്രീകരിച്ചു നടന്നത് വിലമതിക്കാനാകാത്ത രക്ഷാപ്രവർത്തനം. വെള്ളപ്പൊക്കത്തിന്റെ ഏറ്റവും കുറച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് മേലൂർ. കൂടെ കാടുകുറ്റിയും സമാനമായ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകൾ അനുസ്മരിപ്പിക്കപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥയിൽ കാണുന്ന വ്യതിയാനം തീർത്തും ഭീതിജനകമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കുറേ കാലത്തെ ഓർമ്മകൾ പിന്നോട്ട് പോകുമ്പോൾ തികച്ചും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു അനുഭവമായി നിലനിൽക്കുകയാണ്. മഹാദുരന്തവും കെടുതികളും രക്ഷാപ്രവർത്തനവുമെല്ലാം വരും തലമുറയുടെ ഓർമ്മയിലേക്ക് പകരാൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാടും പരിയാരത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്തൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ MP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. നിലവിൽ എങ്ങനെയാണ് മാർച്ച് അവസാനിച്ചോ? പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു. വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ലിറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും വേട്ടയാടപ്പെട്ടപ്പോൾ മൗനം തുടരുന്ന ജില്ലയിലെ MP അദ്ദേഹം മൗനം തുടരുകയാണെന്ന് ആരോപിച്ചും അതുപോലെ തന്നെ ജില്ലയിലെ വികസന പ്രശ്നങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ ജനാധിപത്യത്തെ കള്ളവോട്ടിലൂടെ തകർത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചെമ്പൂക്കാവിൽ നിന്ന് ചേറൂരിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. 100 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. അതേസമയം ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തി. മാർച്ച് സംഘർഷാവസ്ഥയിൽ കലാശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. കാരണം ജലപീരങ്കിയുടെ ഫോഴ്സിൽ
അവിടുത്തെ സൈൻ ബോർഡ് വീഴുകയും ആ സൈൻ ബോർഡ് തലയ്ക്ക് കൊണ്ട് ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും പേര് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്കൊക്കെ അയവ് വന്നിട്ടുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ ആണ് തുടർന്ന് നടന്ന സമരം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇനിയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന MP-യുടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ പ്രവൃത്തി അംഗീകരിക്കാനാകില്ല. തുടർന്നും സമരങ്ങൾ നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഏറെ നേരമായിരുന്നു ജലപീരങ്കി പ്രയോഗിച്ചത്. അത് ശക്തമായ രീതിയിൽ തന്നെയായിരുന്നു ജലപീരങ്കി. മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ പ്രവർത്തകർ വീഴുന്ന ഒരു അവസ്ഥയും ദൃശ്യമായിരുന്നു. ഡീറ്റെയിൽ ശരി, ശ്രീകേഷ് വിവരങ്ങൾ നൽകിയതിന്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളാണ് ശ്രീകേഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കുറാഞ്ചേരി ദുരന്തം കഴിഞ്ഞ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഉറ്റവരും സ്നേഹിതരും പ്രണാമം അർപ്പിച്ചു. 2018 ഓഗസ്റ്റ് 16 കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 19 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുസ്മരണ യോഗത്തിൽ MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, MR അനൂപ് കിഷോർ, MR സോമനാരായണൻ, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് കർഷക ഫോറം ചെമ്പുകാവിലെ ജില്ലാ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോബി കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കർഷക ഫോറം കോർഡിനേറ്റർ അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, KC ഡേവിസ്, ലീല വർഗീസ്, ഡോക്ടർ ജോൺസൺ ആളൂർ, ജോസ് പള്ളിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദ വലയത്തിൽ നിന്ന് നനച്ചിരിക്കാത്ത സമയത്ത് പൊടുന്നനെ പിരിഞ്ഞുപോയ സ്നേഹിതന്റെ കുടുംബത്തിന് സുഹൃത്തുക്കൾ ചേർന്ന മനോഹരമായ ഭവനം നിർമ്മിച്ചു നൽകി. ഏതാനും മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട മാങ്കുറ്റിപ്പാടം സ്വദേശി താണിശ്ശേരി ജോയുടെ കുടുംബത്തിനാണ് സുഹൃത്തുക്കൾ ചേർന്ന് വീടൊരുക്കി നൽകിയത്. കോടാലിയിൽ പ്രവർത്തിക്കുന്ന കോടാലി കൂട്ടായ്മ, സൗഹാർദ്ദവേദി എന്നിവയിൽ അംഗമായിരുന്നു ജോയ്. കഴിഞ്ഞ ഫെബ്രുവരി 9 ഹൃദയാഘാതം മൂലം ജോയ് മരിച്ചത്. വാസയോഗ്യമായ ഒരു വീടെന്ന സ്വപ്നം ബാക്കി നിർത്തിയാണ് അകാലത്തിൽ ജോയ് പിരിഞ്ഞുപോയത്. ജോയ് സ്വപ്നം കണ്ട വാസയോഗ്യമായ വീട് യാഥാർത്ഥ്യമാക്കാൻ കോടാലി കൂട്ടായ്മയിലെയും സൗഹാർദ്ദവേദിയിലെയും അംഗങ്ങൾ ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. സുമനസുകളുടെ സഹകരണത്തോടെ 5 മാസം കൊണ്ട് നല്ലൊരു വീട് നിർമ്മിച്ചു നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. 3 ബെഡ്റൂമുകളും 2 ഹാളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളുമുള്ള ആധുനിക രീതിയിലുള്ള വീടാണ് 15 ലക്ഷം രൂപ ചെലവിൽ കൂട്ടായ്മ നിർമ്മിച്ചത്. നിർമ്മാണ സാമഗ്രികളിൽ മിക്കതും സൗജന്യമായി നൽകി സുമനസുകൾ ഈ ഉദ്യമത്തിൽ പങ്കാളികളായതിനാലാണ് ചിലവ് കുറയ്ക്കാനായത്. കരുതലിന്റെ അടിത്തറയിൽ സഹജീവി സ്നേഹത്തിന്റെ ചായം കലർത്തി നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ വെഞ്ചിരിപ്പ് കർമ്മം 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി സഹവികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ നിർവഹിച്ചു. കൂട്ടായ്മ പ്രതിനിധികളായ VM ഹംസ, IB ഹിതേഷ്, PT ജോയ് എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പരേതനായ ജോയുടെ മകൾ നിയ ജോയെ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് AY മോഹൻദാസും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജോസ് മാത്യുവും ചേർന്ന് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. TCV ന്യൂസ്, കൊടകര. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്ടറേറ്റിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ ഷാഹിദ് റഹീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EV അശോകൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ KA ബ്രിട്ടോ, ജില്ലാ സെക്രട്ടറി സജി ജോസഫ്, ഭാരവാഹികളായ K മുസ്തഫ, രതീഷ് കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തി ഗാന സദസ്സായ ഭാരതീയം നടന്നു. 300ഓളം കുട്ടികൾ അണിനിരന്നു. വിദ്യാർത്ഥികളിൽ ദേശീയ അവബോധവും മാതൃരാജ്യസ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിപ്പിച്ച ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി, നഗരസഭാ കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ, K അജിത് കുമാർ, KT ജോയ്, ദേശഭക്തിഗാന സദസ്സിന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ടീഷർട്ട് സ്പോൺസർ ചെയ്ത ഡാൽമിയ സിമൻസിലെ ടെക്നിക്കൽ ഹെഡ് അബിപാൽ, AB ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽ MD അഷ്റഫ്, സ്കൂൾ മാനേജർ ശശികുമാർ, സ്കൂൾ HM ഗീത സജീവ് മേനോൻ, PTA പ്രസിഡന്റ് സണ്ണി CA,
പ്രിൻസിപ്പൽ ഷീബ TG, MPTA പ്രസിഡന്റ് നേഹ അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 9 ദേശഭക്തി ഗാനങ്ങളാണ് സദസ്സിൽ ആലപിച്ചത്. പങ്കെടുത്ത 300ഓളം വിദ്യാർത്ഥികൾ അവധി ദിനങ്ങളിൽ സ്കൂളിലെത്തിയായിരുന്നു പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് പരിശീലനം നൽകിയത് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആൽബങ്ങളിൽ ഗായിക കൂടിയായിട്ടുള്ള പ്രിയമോളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയെ ദേശത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള ഒരു കൂട്ടായ്മയിലൂടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവോദയം സ്കൂൾ ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു. കൃഷിക്കൊപ്പം വിപണിയുമൊരുക്കി മാള കോൾക്കുന്നിലെ ഹരിത സംഘം വേറിട്ട മാതൃകയാകുന്നു. കൃഷിയും വിപണിയും ഒപ്പം ചേർന്നതോടെ സംഘത്തിന്റെ ഒരു വർഷത്തെ വിറ്റുവരവ് 2 കോടി കടന്നിരിക്കുകയാണ്. 12 കർഷകരാണ് കൂട്ടായ്മയിലുള്ളത്. 12 വർഷം മുൻപ് സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങിയ കൂട്ടായ്മ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തിയാണ് വിപുലീകരിച്ചത്. 100 ഏക്കറിലധികം സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കുന്നത്. കർഷകരുടെ കൂട്ടായ്മയായ ഹരിതസംഘം ഒരുക്കിയ വിപണിയിൽ അവർ നിശ്ചയിക്കുന്ന വിലയാണുള്ളത്. പൊതുവിപണിയോട് മത്സരിച്ചു തന്നെയാണ് ഇവരുടെ കച്ചവടം. കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന വിപണിയും വിലയിലെ ചൂഷണവും ഒഴിവാക്കാൻ കഴിഞ്ഞതാണ് കൃഷി ലാഭത്തിലാക്കാൻ ഇടയാക്കിയതെന്ന് കൂട്ടായ്മയിലെ KS സിനോജ് പറഞ്ഞു. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു അധികം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ, നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കണ ഒരു ഷോപ്പായിട്ട് നമ്മളതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇപ്പം നല്ല രീതിയിൽ പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലഭ്യത കുറഞ്ഞാൽ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങളും വാങ്ങും. 20-ലധികം പച്ചക്കറി ഇനങ്ങളാണ് സംഘത്തിലെ കർഷകർ സ്വന്തമായി വിവിധയിടങ്ങളിൽ കൃഷി ചെയ്യുന്നത്. 2012 സംഘം രൂപീകരിച്ച വർഷം മികച്ച ക്ലസ്റ്ററിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. 16 അംഗങ്ങളുള്ള സംഘം ദിവസവും 1500 കിലോയിലധികം പച്ചക്കറി വിളവെടുത്ത് വിൽക്കുന്നുണ്ട്. സീസണിൽ ഉൽപ്പാദനവും വിൽപ്പനയും 5000 കിലോ വരെ എത്തും. സ്വന്തമായി വിപണി കണ്ടെത്തിയതാണ് ഈ കൂട്ടായ്മയുടെ വലിയ വിജയം. TCV ന്യൂസ്, മാള. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മധുരം പങ്കുവച്ചും പരസ്പരം ആശംസകൾ കൈമാറിയും തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കി. മൃതദേഹം വിട്ടുകൊടുക്കാൻ സ്വന്തം വള ഊരിക്കൊടുത്തും ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയും ആംബുലൻസിന് മുന്നിൽ ഓടി രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഗതാഗത കുരുക്കിനുള്ളിൽ വഴിയൊരുക്കിയും കാരുണ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും പ്രതീകമായി മാറിയ തൃശൂർ സിറ്റി പോലീസ് ASI അപർണ ലവകുമാർ പതാക ഉയർത്തി. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രുതി ASI അപർണയെ പൊന്നാടയണിയിച്ചും സ്നേഹോപഹാരം കൈമാറിയും ആദരിച്ചു. മതിലകം പഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് നീന്തൽ പരിശീലനം നൽകിയത് 1000ഓളം വിദ്യാർത്ഥികൾക്ക്. കുട്ടികൾക്ക് വെള്ളത്തിനോടുള്ള ഭയം ഇല്ലാതാക്കുന്നതിനോടൊപ്പം വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഫസ്റ്റ് എനിക്ക് നല്ലോണം പേടിയായിരുന്നു, മുങ്ങിപ്പോകുമെന്നെല്ലാം. അതിനുശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ട്യൂബില്ലാതെ പഠിക്കാനായി. അതിനുശേഷം പിന്നെ എനിക്ക് മുങ്ങാനും ചാടാനും ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. 2019 ആരംഭിച്ച പദ്ധതി കോവിഡ് മൂലം 2 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. 2020 പുതിയ ഭരണസമിതി വന്നതിനു ശേഷം പദ്ധതി പുനരാരംഭിച്ച് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലസാക്ഷരത നൽകി വരുന്നു. 1 വർഷം 1 ലക്ഷം രൂപ വകയിരുത്തി പഞ്ചായത്ത് പരിധിയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നിലവിൽ നൽകുന്നത്. 6 അധ്യാപകർ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പരിശീലനം കഴിഞ്ഞാൽ തന്നെ അവർക്ക് മുട്ടയും പാലും നൽകി വരുന്നുണ്ട്. 1000ഓളം കുട്ടികൾ മതിലകം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല മറ്റു പല പഞ്ചായത്തുകളിലുള്ള അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് പോലും കുട്ടികൾ നീന്താനായിട്ട് നീന്തൽ പരിശീലനത്തിനായി എത്തി വരുന്നുണ്ട്. 20 വർഷമായി നീന്തൽ പരിശീലന രംഗത്ത് സജീവമായിട്ടുള്ള ഹരിലാൽ കുമ്പിടിയുടെ നേതൃത്വത്തിൽ ബിജുമോൻ, സോണി, മുരളി, നവീൻ, ജിനേഷ് എന്നിവരടങ്ങിയ ടീമാണ് പരിശീലനം നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പഞ്ചായത്ത് 10 വർഷമായിട്ട് നീന്തൽ പഠിക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. വേറൊരു കാര്യം കൊണ്ട് സന്തോഷമുള്ളത്, ഈ പഞ്ചായത്തിൽ മാത്രമേ എല്ലാ മെമ്പർമാരും വരുള്ളൂ. എല്ലാ മെമ്പർമാരും 6 മണിക്ക് വരും. രാവിലെ 6 മുതൽ 8 വരെ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള പോളക്കുളത്തിലാണ് നീന്തൽ പരിശീലനം. 10 ദിവസമാണ് പരിശീലന കാലാവധി.
പരിശീലനത്തിന് ശേഷം പോഷകാഹാരവും പഞ്ചായത്ത് നൽകുന്നുണ്ട്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകി വരുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ പറക്കോട്ട് ലൈനിൽ മലമ്പാമ്പിനെ പിടികൂടി. വെള്ളിയാഴ്ച രാത്രിയിലാണ് റോഡരികിൽ പാമ്പിനെ കണ്ടത്. വന്യജീവി സംരക്ഷകരെത്തി പാമ്പിനെ പിടികൂടി. വാണിജ്യം. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി മാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ തൃശൂരിലെ 10ാമത് ഷോറൂമാണ് പൂത്തോളിലേത്. ഞായറാഴ്ച രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. പി ബാലചന്ദ്രൻ MLA ആദ്യ വിൽപ്പന നിർവഹിക്കും. കോർപ്പറേഷൻ കൌൺസിലർ സാറാമ റോബ്സൺ, ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടാണ് നന്ദിലത്ത് ജിമാർട്ട് നൽകുന്നത്. കേരളത്തിലുടനീളമുള്ള എല്ലാ നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്നവർക്കായി ജിമാർട്ട് വക്ക ലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 100 LED ടിവികൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാം. ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും ഒരു 32 ഇഞ്ച് LED TV വീതം 10 ടിവികൾ സമ്മാനമായി നൽകുന്നു. ചില്ലാക്സ് ഓഫറിന്റെ സമ്മാനദാനവും ഇതോടൊപ്പം നടക്കും. നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറടക്കം നിരവധി സമ്മാന പദ്ധതികളാണ് നന്ദിലത്ത് ജിമാർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ്, ഡിവിഷൻ ഹെഡ് M പ്രവീൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണം ഗ്രാമിന് 9,270 രൂപ, പവന് 74,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടർ പട്ടിക വിവാദം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP മാർച്ചിനിടെ പോലീസ് മർദ്ദനത്തിൽ പരാതി നൽകി BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂരിൽ 16 മണിക്കൂറോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് 10 കിലോമീറ്റർ വരെ. തൃശൂർ അരിയങ്ങാടി മാർക്കറ്റിൽ കയറ്റിറക്ക മണിക്കൂറുകളോളം സ്തംഭിച്ചു. പേട്ടകൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്ക സ്തംഭിച്ചത്. നാലോണനാളിലെ പുലിക്കളിക്കായി പുലിമടകൾ ഒരുങ്ങുന്നു. ഇത്തവണ പങ്കെടുക്കുന്നത് 9 ടീമുകൾ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവ് തുറന്നു. മണ്ണുത്തി മേഖലയിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. നാളെ ചിങ്ങം 1. പൊന്നോണക്കാലത്തെ വരവേൽക്കാൻ മലയാളികൾ. തിരുവോണം സെപ്റ്റംബർ 5-ന്, 8-ന് പുലിക്കളി. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. കോൺഗ്രസ് BJP കൌൺസിലർമാർ ചടങ്ങ് ബഹിഷ്കരിച്ചു. പ്രതിഷേധിച്ച വ്യാപാരികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.